നമസ്കാരം. ഋഷിപ്രക്തം ചാനലിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഏതാനും ദിവസങ്ങളായിട്ട് നാം കൊല്ലവർഷം 1202 സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്രഫലത്തെ പറഞ്ഞു വരികയായിരുന്നു. അശ്വതി മുതൽ ഉത്രട്ടാതി വരെയുള്ള നക്ഷത്രക്കാരുടെ ഫലത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് അവസാനത്തെ നക്ഷത്രമായിട്ടുള്ള രേവതി നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്രഫലത്തെ നമുക്ക് പരിശോധിക്കാം. ബുധന്റെ അനുഗ്രഹം മൂലം തൊഴിലിൽ വളർച്ച, വിദേശയോഗം, പൊതുവെയുള്ള ഭാഗ്യം എന്നിവയൊക്കെ രേവതി നക്ഷത്രക്കാരെ തേടിയെത്തുമോ? ഓം നമോ നാരായണായ. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഭിർ ധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കൊല്ലവർഷം 1202 ഈ വർഷത്തിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള മാറ്റങ്ങളും നേട്ടങ്ങളും തൊഴിലിൽ വളർച്ചയുമൊക്കെ അനുഭവിക്കാൻ ഏറ്റവും ഭാഗ്യം ലഭിക്കുന്ന നക്ഷത്രങ്ങളിൽ ഒന്നാണ് രേവതി നക്ഷത്രം. നക്ഷത്രാധിപൻ ബുധനാണ്. വ്യാഴത്തിന്റെ രാശിയായിട്ടുള്ള മീനൻ രാശിയിലാണ് രേവതി നക്ഷത്രം സ്ഥിതി ചെയ്യുന്നത്, അതായത് മീനക്കൂറ്. ജീവിതത്തിലെ ഒരു അധ്യായം അവസാനിച്ച് പുതിയൊരു അധ്യായം ആരംഭിക്കുന്ന കാലഘട്ടമാണ് രേവതി നക്ഷത്രക്കാർക്ക്. ഈ വർഷം നിങ്ങളുടെ ബുദ്ധിശക്തിക്കും അധ്വാനത്തിനും അംഗീകാരങ്ങൾ ലഭിക്കേണ്ട സമയമാണ് എന്ന് പറയണം. വർഷങ്ങളായി നടത്തിയിരുന്ന പരിശ്രമങ്ങളുടെ ഫലം ഒന്നിച്ച് ലഭിക്കുന്ന വർഷം. അതേസമയം ചില ഗ്രഹനിലകൾ മൂലം ആശങ്കകളും മാനസിക സമ്മർദ്ദങ്ങളും അല്പം ചില ദിവസങ്ങളിലെങ്കിലും ഉണ്ടായേക്കാം. വീഡിയോ പൂർണ്ണമായി കാണുക. പാദഫലങ്ങൾ, ത്രൈമാസ ഫലങ്ങൾ, ദശാകാല ഫലങ്ങൾ, ഓരോ ഇനം തിരിച്ചുള്ള വ്യത്യസ്തമായിട്ടുള്ള ഫലങ്ങൾ എന്നിവയെല്ലാം പരിപൂർണമായിട്ട് വീഡിയോയിൽ ചേർത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം പുതുവർഷത്തിലെ രേവതി നക്ഷത്രക്കാരുടെ പൊതുഫലങ്ങളെ ഒന്ന് പരിശോധിക്കാം. രേവതി നക്ഷത്രക്കാർക്ക് ഈ വർഷം മാനസിക പക്വത നല്ല രീതിയിൽ വർദ്ധിക്കുന്ന സമയമാണ്. തീരുമാനങ്ങളൊക്കെ കൂടുതൽ കൃത്യതയോടെ എടുക്കാൻ സാധിക്കും. വ്യാഴം കൂടുതലായി ഉച്ചരാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ വർഷം. പലരുടെയും ജീവിതത്തിൽ പുതിയ സൗഹൃദങ്ങളും പുതിയ ബന്ധങ്ങളും ഒക്കെ കടന്നു വരാം. വിദേശ ബന്ധങ്ങളൊക്കെ ശക്തമാകുന്നതാണ്. ചിലർക്ക് വിദേശജോലി, വിദേശയാത്ര, വിദേശത്ത് പഠിക്കാനുള്ള അവസരങ്ങൾ എന്നിവയൊക്കെ കൂടുതലായി ലഭിക്കുന്നതാണ്. വർഷങ്ങളായി മനസ്സിൽ കൊണ്ടുനടന്നിരുന്ന ചില സ്വപ്നങ്ങളൊക്കെ സാർത്ഥകമാകുന്നതാണ്. എന്നിരുന്നാലും ചില സമയങ്ങളിൽ അനാവശ്യ ആശങ്കകളും ഭാവിയെക്കുറിച്ചുള്ള ഭയവും ഉടലെടുത്തേക്കാം. ആത്മവിശ്വാസം കൈവിടാതെ മുന്നോട്ട് പ്രവർത്തിക്കുകയാണ് ഈ സമയത്ത് ചെയ്യേണ്ടത്. ക്ഷമയുള്ളവൻ കായ്ക്കും, വിശ്വാസമുള്ളവർ വിജയിക്കും. ഈ വർഷം രേവതി നക്ഷത്രക്കാർക്ക് ഇത് അക്ഷരാർത്ഥത്തിൽ അനുഭവപ്പെടാൻ പോകുന്ന വർഷമായിരിക്കും. ഇനി ത്രൈമാസ ഫലങ്ങളെ വിശേഷമായി നോക്കാം. ചിങ്ങം, കന്നി, തുലാം മാസങ്ങളിൽ പുതിയ ബന്ധങ്ങളുടെ തുടക്കമുണ്ടാകുന്ന കാലങ്ങളാണ്. തൊഴിൽ രംഗത്ത് ഈ സമയത്ത് പുതിയ അവസരങ്ങൾ ലഭിക്കും. ജോലി അന്വേഷിക്കുന്നവർക്ക് അഭിമുഖങ്ങളിലും മത്സര പരീക്ഷകളിലും അനുകൂല ഫലങ്ങൾ ലഭിക്കുന്നതാണ്. കുടുംബത്തിൽ പൊതുവെ സന്തോഷ വാർത്തകൾ കേൾക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. ദൂരയാത്രകൾക്കും പരിശീലന പരിപാടികൾക്കും സാധ്യതയുണ്ട്. വൃശ്ചികം, ധനു, മകരം എന്നീ മാസങ്ങളിൽ സാമ്പത്തിക പുരോഗതിയുടെ കാലമാണ്. മുടങ്ങിക്കിടന്നിരുന്ന പണം തിരികെ കിട്ടുന്നതാണ്. ബിസിനസ്സിലൊക്കെ പുതിയ കരാറുകൾ ലഭിക്കുന്ന മാസങ്ങളാണ്. വീട്, വാഹനം, ഭൂമി എന്നിവയൊക്കെ വാങ്ങാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. എന്നാൽ ബന്ധുക്കൾക്കും സുഹൃത്തുക്കളും അമിതമായി സാമ്പത്തിക സഹായം ചെയ്യുന്നതും ജാമ്യം നിൽക്കുന്നതും ഒക്കെ ഒഴിവാക്കുക. കുംഭം, മീനം, ഇടം എന്നീ മാസങ്ങളിൽ തൊഴിലിൽ ഉയർച്ചയുടെ, വളർച്ചയുടെ സുവർണ കാലമാണ്. തൊഴിലിൽ ഉന്നതി, ശമ്പള വർധന, അമിത ചുമതലകൾ എന്നിവയൊക്കെ ലഭിച്ചേക്കാം. വിദേശ ബന്ധങ്ങൾ കൂടുതൽ ശക്തമാകുന്ന കാലമാണ്. ഓൺലൈൻ ബിസിനസ്, IT, മീഡിയ, എഴുത്ത്, അധ്യാപനം എന്നീ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ വലിയ നേട്ടങ്ങൾ ലഭിക്കുന്ന കാലമാണ്. ഇടവം, മിഥുനം, കർക്കിടകം എന്നീ മാസങ്ങളിൽ ആത്മീയത വർദ്ധിക്കുന്ന സമയമാണ്. തീർത്ഥയാത്രകൾക്കും ക്ഷേത്ര ദർശനത്തിനും ഒക്കെ കൂടുതൽ അവസരങ്ങൾ ഉണ്ടാകും. കുടുംബാംഗങ്ങളുമായി കൂടുതൽ സമയം ചെലവഴിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. ആരോഗ്യകാര്യത്തിൽ എന്നാൽ അലംഭാവം കാണിക്കാതിരിക്കുക. ചെലവുകളൊക്കെ നിയന്ത്രിക്കുന്നത് ഭാവിയിലെ സാമ്പത്തിക സുരക്ഷിതത്വത്തിന് സഹായകരമാകും. തൊഴിൽ, ബിസിനസ് എന്നീ വിശേഷമായിട്ടുള്ള ഓരോ ഇനങ്ങളെ തിരിച്ചുള്ള ഫലത്തെ നോക്കാം. തൊഴില് തുടങ്ങിയ കാര്യങ്ങള് പുതുവർഷത്തിൽ രേവതി നക്ഷത്രക്കാർക്ക് എങ്ങനെ ഉണ്ടാകുമെന്ന് പരിശോധിക്കാം. തൊഴിൽ മേഖലയിൽ ഈ വർഷം ഏറ്റവും ശക്തമായ ആനുകൂല്യം ലഭിക്കുന്ന ഒരു നക്ഷത്രം
രേവതി നക്ഷത്രമാണ്. ബാങ്കിങ്, IT, അക്കൗണ്ടിങ്, കമ്മ്യൂണിക്കേഷൻ, മീഡിയ, വിദ്യാഭ്യാസം, സർക്കാർ മേഖല, ഗവേഷണം എന്നിവയൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് പ്രത്യേക നേട്ടങ്ങൾ ഉണ്ടാകുന്ന വർഷമാണ്. പുതിയ ജോലിയൊക്കെ അന്വേഷിക്കുന്നവർക്ക് മികച്ച ഓഫറുകൾ ലഭിക്കുന്ന വർഷമാണ്. വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട തൊഴിൽ ചെയ്യുന്നവർക്ക് മികച്ച വർഷമാണ്. ബിസിനസ്സുകാർക്ക് പുതിയ ബ്രാഞ്ചുകൾ ആരംഭിക്കാനും വിപണി വികസിപ്പിക്കുവാനും ഒക്കെ അവസരങ്ങൾ ഉണ്ടാകും. ഇനി രേവതി നക്ഷത്രക്കാരുടെ പുതുവർഷത്തിലെ സാമ്പത്തിക അവസരങ്ങൾ ഒന്ന് പരിശോധിക്കാം. വരുമാനം വർദ്ധിക്കുന്നതാണ്. മുടങ്ങിക്കിടന്ന പണമൊക്കെ തിരികെ ലഭിക്കുന്നതാണ്. സ്ഥാവര സ്വത്ത് വാങ്ങാനുള്ള ആഗ്രഹങ്ങൾ പൂവണിയുന്നതാണ്. ഓഹരി, മ്യൂച്വൽ ഫണ്ട്, ദീർഘകാല നിക്ഷേപങ്ങൾ എന്നിവയിലൊക്കെ വിദഗ്ധ ഉപദേശത്തോടുകൂടി മുന്നോട്ട് പോകുന്ന പക്ഷം നേട്ടങ്ങൾ ലഭിക്കാം. അമിതമായിട്ടുള്ള റിസ്ക് എല്ലാം ഒഴിവാക്കുക. ഇനി രേവതി നക്ഷത്രക്കാരുടെ കുടുംബജീവിതം ഒന്ന് നോക്കാം. കുടുംബജീവിതത്തിൽ ഐക്യവും സന്തോഷവും ഒക്കെ വർദ്ധിക്കുന്നതാണ്. വിവാഹം കാത്തിരിക്കുന്നവർക്ക് അനുകൂല വിവാഹാലോചനകൾ വരാം. മക്കളുടെ പഠനകാര്യങ്ങളിൽ സന്തോഷകരമായിട്ടുള്ള പുരോഗതി ഉണ്ടാകുന്നതാണ്. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ ഉണ്ടാകാനും അതിൽ പങ്കെടുക്കാനുമുള്ള നല്ല യോഗം ഉണ്ടാകും. ഇനി ആരോഗ്യപരമായി രേവതി നക്ഷത്രക്കാർക്ക് പുതുവർഷം എങ്ങനെ ഉണ്ടാകുമെന്ന് നോക്കാം. ആരോഗ്യപരമായി ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടായേക്കാം. അലർജി, സൈനസൈറ്റിസ്, കഫക്കെട്ട്, ചർമ്മ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, നാഡീ സംബന്ധമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ എന്നിവയൊക്കെ കരുതലെടുക്കുക, ശ്രദ്ധിക്കുക. യോഗയും പ്രാണായാമവും ധ്യാനവും ഒക്കെ സ്ഥിരമായിട്ട് ചെയ്യുക. ഇനി രേവതി നക്ഷത്രം ഓരോ പാദങ്ങളിൽ ജനിച്ചവരുടെ വിശേഷ ഫലങ്ങളെ നോക്കാം. ഒന്നാം പാദക്കാർക്ക് തൊഴിലിൽ ഉന്നതി ഉണ്ടാകുന്നതാണ്. അധികാരം ലഭിക്കുന്നതാണ്. ഔദ്യോഗികമായി അംഗീകാരങ്ങൾ ഉണ്ടാകുന്നതാണ്. രണ്ടാം പാദക്കാർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ പൊതുവെ വർദ്ധിക്കുന്നതാണ്. പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാകുന്നതാണ്. ബിസിനസ്സിൽ വളർച്ച ഉണ്ടാകുന്നതാണ്. മൂന്നാം പാദക്കാർക്ക് കുടുംബത്തിൽ സന്തോഷം ഉണ്ടാകുന്നതാണ്. തീർത്ഥയാത്രയ്ക്കൊക്കെ അവസരം ഉണ്ടാകും. ആത്മീയ കാര്യത്തിൽ പുരോഗതി ഉണ്ടാകും. നാലാം പാദക്കാർക്കാകട്ടെ ആരോഗ്യ പരിപാലനം, ചെലവ് നിയന്ത്രണം, ശ്രദ്ധാപൂർവമായിട്ടുള്ള തീരുമാനങ്ങൾ ഇവയൊക്കെ അത്യാവശ്യമായി വരും. ഇനി ദശാകാലത്തുണ്ടാകാവുന്ന വിശേഷ ഫലങ്ങളെ ഒന്ന് നോക്കാം. ശുക്രദശാകാലം അനുഭവിക്കുന്നവർക്ക് ആഡംബര ചെലവുകളൊക്കെ വർദ്ധിച്ചേക്കാം. വൈകാരിക തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് നഷ്ടത്തിലേക്ക് കലാശിക്കാതെ ശ്രദ്ധിക്കുക. ചന്ദ്രദശയാണെങ്കിൽ മാനസിക സമ്മർദ്ദം ഉണ്ടാകാം. അമിത ചിന്ത, ഉറക്കക്കുറവ് എന്നിവയൊക്കെ അലട്ടിയേക്കാം. ആത്മീയ കാര്യത്തിൽ ഈ സമയത്ത് കൂടുതൽ ശ്രദ്ധ ചെലുത്തുക. രാഹുർ ദശയാണ് നിങ്ങൾക്കെങ്കിൽ അപ്രതീക്ഷിത തടസ്സങ്ങൾ ഉണ്ടാകാം. തെറ്റായ സൗഹൃദങ്ങൾ മൂലം നഷ്ടങ്ങൾ ഉണ്ടാകാം. നിയമപരമായ വിഷയങ്ങളിൽ ജാഗ്രത കൂടുതലായി ചെലുത്തുക. ഈ ദശയിലുള്ളവർക്ക് പൊതുവെ ദോഷഫലങ്ങൾ കൂടുതലായി അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. എന്നാൽ മറ്റു ദശാകാലങ്ങളുള്ളവർക്ക് ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതാണ്. അങ്ങനെയുള്ളവർക്ക് തൊഴിലിൽ വളർച്ചയും സാമ്പത്തിക പുരോഗതി വേഗത്തിലാകുകയും ഒക്കെ ചെയ്യുന്നതാണ്. ഇനി രേവതി നക്ഷത്രക്കാർ ചെയ്യേണ്ട ദോഷപരിഹാരങ്ങളെ നോക്കാം. ബുധനാഴ്ചകളിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക. അവതാര വിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. തുളസിമാല സമർപ്പിക്കുക. വിഷ്ണു സഹസ്രനാമം ജപിക്കുക. കൂടാതെ ജന്മനക്ഷത്ര ദിവസം ഗണപതി ക്ഷേത്ര ദർശനം നടത്തി കറുകമാല സമർപ്പിക്കുക. അപ്പം, മോദകം എന്നിവയൊക്കെ വഴിപാടായി ചെയ്യുക. ശനിയാഴ്ചകളിൽ അയ്യപ്പസ്വാമിക്ക് നെയ്വിളക്ക് നടത്തുക. എള്ളുപായസം, നീരാഞ്ജനം എന്നിവയൊക്കെ നടത്തുക. പച്ച നിറത്തിലുള്ള വസ്ത്രം ബുധനാഴ്ചകളിൽ ധരിക്കുക. വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ ദാനം ചെയ്യുക. മാസത്തിൽ ഒരിക്കലെങ്കിലും അന്നദാനവും നടത്തുക. വഴിപാടുകളൊക്കെ ചെയ്യുമ്പോൾ അവരവരുടെ ശക്തിക്കൊത്തതായിരിക്കണം. പച്ച, ഇളം നീല നിറങ്ങളും വസ്ത്രങ്ങളും ഒക്കെ കൂടുതലായി ഗുണഫലങ്ങൾ നൽകും. അതേപോലെ തന്നെ ബുധനാഴ്ച ദിവസങ്ങളിലും കൂടുതലും ഗുണഫലങ്ങൾ ലഭിക്കുന്നതാണ്. മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുന്നതിലൂടെ ഭാഗ്യം വർദ്ധിക്കുന്നതാണ്. 5 എന്ന സംഖ്യ നിങ്ങൾക്ക് ഉത്തമമായിട്ടുള്ള വർഷമാണ്. രേവതി നക്ഷത്രക്കാർക്ക് അതീവ ഗംഭീരമായിട്ടുള്ള ഒരു വർഷമാണ് കൊല്ലവർഷം 1202 ആണ്ട്. പുതിയ വഴിത്തിരിവുകൾ സമ്മാനിക്കുന്ന നല്ല വർഷം എന്ന് പറയാം. തൊഴിൽ പുരോഗതി, വിദേശയോഗം, സാമ്പത്തിക സ്ഥിരത, കുടുംബ സന്തോഷം എന്നിവയൊക്കെ ലഭിക്കുമ്പോൾ പോലും ചില അപൂർവ സമയങ്ങളിൽ മാനസിക സമ്മർദ്ദം, അപ്രതീക്ഷിത ചെലവുകൾ ഉണ്ടാവുക എന്നിവയൊക്കെ കരുതലെടുക്കേണ്ടതാണ്. ബുധന്റെയും വ്യാഴത്തിന്റെയും അനുഗ്രഹവും ശനിയുടെ കൃപാകടാക്ഷവും മഹാവിഷ്ണുവിന്റെ അനുഗ്രഹവും ഈ വർഷം രേവതി നക്ഷത്രക്കാർക്ക് എല്ലാവിധത്തിലുള്ള സമൃദ്ധിയും സന്തോഷവും സമാധാനവും വിജയവും ആരോഗ്യവും നൽകുമാറാകട്ടെ. ഓം നമോ നാരായണായ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായിട്ട് അറിയിക്കുക. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ഓൾ എന്ന് എനേബിൾ ചെയ്യുക. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു പുതുവർഷം നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ശുഭദിനം.